ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റ് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു പോയിന്റ് പറയുകയാണ്, നമ്മുടെ കാറ്ററ്റ് പ്രിപ്പറേഷൻ ഏകദേശം തീരാറായിട്ടുണ്ട്. സോ ഉടൻ തന്നെ എക്സാമും ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾ എക്സാം കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പറ്റുമെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യുക PDF ആയിട്ട്. നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിനകത്തൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താൽ മതി. പിന്നെ സെൻഡ് ചെയ്യുന്നവർ ഏത് സെറ്റാണെന്ന് കൂടി മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി വീഡിയോസ് ചെയ്യുമ്പോൾ ഒക്കെ അത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ ആണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസസിങ് ദ സോഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്? ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ക്വസ്റ്റ്യനർ, സോഷ്യോമെട്രി, ഇൻ്റർവ്യൂ ആൻഡ് ഒബ്സർവേഷൻ. അപ്പോൾ നിങ്ങൾക്കും ഇതിനൊപ്പം തന്നെ ആൻസർ ചെയ്തു പോകാം. ഓക്കെ, സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സോഷ്യോമെട്രി ആണ്. ആൻസറിലേക്ക് പോകാം. സോഷ്യോമെട്രി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അതായത് ഹ്യൂമൻ കണക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സോഷ്യോമെട്രി എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സോഷ്യോമെട്രിയുടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ BEd ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് സോഷ്യോമെട്രി ഞങ്ങൾക്കൊരു വർക്കായിട്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോഡലാണിത്. ഇതിനകത്ത് സോഷ്യോമെട്രി തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇതിനകത്ത് ഈ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഫീമെയിൽസ് ബോക്സും റൗണ്ട് ആയിട്ടുള്ള മെയിൽസും ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് അത്ര ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ആ ടോപ്പിക്ക് വീഡിയോ ചെയ്തിട്ടില്ല, ബട്ട് എനിവേസ് ഇനി പറ്റുവാണെങ്കിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഷോർട്ട് നോട്ട്സ് അലോങ് വിത്ത് സ്റ്റഡിയിങ് മേക്സ് ലേണിംഗ് ഈസി ഫോർ രാജു. അതായത് പഠിക്കുന്നതിനൊപ്പം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് രാജുവിനെ പഠനത്തിൽ സഹായിക്കാറുണ്ട്. ദിസ് ഈസ് ഹിസ് സ്റ്റൈൽ ഇൻ ലേണിംഗ് ഓൾ സബ്ജക്റ്റ്. അതായത് ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും എന്താണ് രാജു പഠിക്കുന്നതിനൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഹി ഈസ് എ വിഷ്വൽ ലേണർ, ലോജിക്കൽ ലേണർ, ഓഡിറ്ററി ലേണർ ആൻഡ് കൈനസ്തെറ്റിക് ലേണർ. ഇതിലേതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്, കൈനസ്തെറ്റിക് ലേണർ ആണ്. ഓക്കെ, കൈനസ്തെറ്റിക് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ടാക്ടൈൽ ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യുന്ന ഒരു ലേണിംഗ് ആണ് കൈനസ്തെറ്റിക് ലേണിംഗ്. അപ്പോൾ നമുക്കിവിടെ അറിയാം, രാജുവിൻ്റെ എക്സാമ്പിളിൽ പഠിക്കുന്നതിനൊപ്പം ഷോർട്ട് നോട്ട് കൂടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഷോർട്ട് നോട്ട് എഴുതുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൈനസ്തെറ്റിക് ലേണിംഗ് ആണ്. വിഷ്വൽ ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെന്തെങ്കിലും വിഷ്വൽസ് കണ്ടു പഠിക്കുന്നു. ലോജിക്കൽ ലേണിംഗ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു. ഓഡിറ്ററി ലേണിംഗ് മീൻസ് സൗണ്ട് വഴി പഠിക്കുന്ന, അല്ലെങ്കിൽ ലിസൺ ചെയ്ത് പഠിക്കുന്നു. കൈനസ്തെറ്റിക് ലേണിങ്ങിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ലേണിംഗ് ബൈ ഡൂയിങ് ഒക്കെ അതിൽ വരും. നെക്സ്റ്റ് ആണ് ദ ഹെൽപ്പ് ഓർ അസിസ്റ്റൻ്റ് ദാറ്റ് ഈസ് ഗിവൺ ടു എ ലേണർ ടു അച്ചീവ് ദ പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ലേണിംഗ് ഈസ് കോൾഡ്. ഓക്കെ, അതായത് ഒരു ലേണിങ്ങിൽ പൊട്ടൻഷ്യൽ ലെവലിൽ തന്നെ നല്ലൊരു ലെവലിൽ അല്ലെങ്കിൽ ലേണിംഗ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ്, അതിന് പറയുന്നത് എന്താണ്? റീഇൻഫോഴ്സ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, സ്കഫോൾഡിങ്, മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 3 ആണ്, സ്കഫോൾഡിങ് ആണ്. ഇൻ സൈക്കോളജിയിൽ സ്കഫോൾഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടെമ്പററി സപ്പോർട്ടാണ്. ഓക്കെ, അത് നമുക്കറിയാം. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. അത് ചിലപ്പോൾ ടീച്ചേഴ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് അറിയാവുന്ന പീർസ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നാവാം. ഓക്കെ, അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് സ്കഫോൾഡ് എന്ന് പറയുന്നത്. മീൻസ് ഒരു കൈത്താങ്ങ്. ഓക്കെ, അത് ചിലപ്പോൾ ഗൈഡൻസ് ആവാം, പ്രാക്ടിക്കൽ ഹെൽപ്പ് ആവാം. പിന്നെ എന്താണ് സ്കഫോൾഡിങ് കൊടുക്കുന്ന ആൾ, ഓക്കെ, ആ കൈത്താങ്ങ് കൊടുക്കുന്ന ആൾ മോർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ലേണറിനേക്കാളും. പഠിക്കുന്ന ആളെക്കാളും കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ നോളജബിൾ ആയിട്ട് മീൻസ് നോളജ് ഉള്ള ഒരാളായിരിക്കും ഈ സ്കഫോൾഡിങ് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു എമോങ് ദ ഫോളോയിങ് സൈക്കോളജിസ്റ്റ് എംഫസൈസ്ഡ് ദ ഒബ്സർവേഷണൽ ലേണിംഗ്? ഒബ്സർവേഷണൽ ലേണിംഗ് കൊണ്ടുവന്ന ആരാണ്? ജെറോം ബ്രൂണർ, ആൽബർട്ട് ബന്ദുര, വൈഗോസ്കി ആൻഡ് ഗോൾമാൻ. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ്. 2 ആണ്, ആൽബർട്ട് ബന്ദുര.
ആൽബർട്ട് ബന്ദുരയാണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനകത്ത് ലേണിംഗ് നടക്കുന്ന ഒബ്സർവേഷനിലൂടെ, ഇമിറ്റേഷനിലൂടെ, മോഡലിങ്ങിലൂടെ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെയിം ദ സ്റ്റേജ് ഇൻ വിച്ച് ലോജിക്കൽ തിങ്കിങ് ഈസ് അക്വേർഡ് ബൈ സ്റ്റുഡൻസ്. ഓക്കെ, ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ഇതിൽ ഏത് സ്റ്റേജിലാണ് ലോജിക്കൽ തിങ്കിങ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്, ലേറ്റ് ചൈൽഡ്ഹുഡ്. അതായത് അറൗണ്ട് 6 to 12 ഇയേഴ്സിലെ ഏജ് ആണ്. ഈ ടൈമിലാണ് ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ വരും. ഓക്കെ, ലേറ്റ് ചൈൽഡ്ഹുഡ്. നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ടീച്ചർ യൂസസ് ഗെയിംസ് ആൻഡ് പ്ലേസ് ആൻഡ് ട്രൈസ് ടു മേക്ക് ഹിസ് ലെസൺസ് മോർ ഇൻട്രസ്റ്റിംഗ് ടു സ്റ്റുഡൻസ്. അതായത് പ്ലേ, അതുപോലെ തന്നെ ഗെയിംസിലൂടെയൊക്കെ ഒരു ടീച്ചർ തൻ്റെ ലെസൺസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കാറുണ്ട്. ഹിയർ ദ ടീച്ചർ ഈസ് യൂസിങ് ഇൻട്രൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ബോത്ത് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, നെയ്തർ ഇൻട്രൻസിക് നോർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് വരുന്നത്? ബോത്ത് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നതാണ് ആൻസർ. ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൈസ് ഫ്രം വിത്തിൻ ദി ഇൻഡിവിജ്വൽ, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു മോട്ടിവേഷൻ. ആൻഡ് ഇൻവോൾവ്സ് ഡൂയിങ് ആൻ ആക്ടിവിറ്റി ഫോർ ഇറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ കംസ് ഫ്രം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അത് റിവാർഡ്സ് ആവാം, പണിഷ്മെൻറ്റ്സ് ആവാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഇൻട്രൻസിക് എന്ന് പറയുന്നത് മോട്ടിവേഷൻ അറൈസ് ഫ്രം വിത്തിൻ ദ ഇൻഡിവിജ്വൽ, ആൻഡ് എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ കംസ് ഫ്രം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പം ഈ ടീച്ചിങ് മെത്തേഡിനകത്ത് എന്താണ് ബോത്ത് വരുന്നുണ്ട്, മീൻസ് ബോത്ത് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വരുന്നുണ്ട്. ഓക്കെ, ആ ലെസൺസ് ഇൻട്രസ്റ്റിംഗ് ആകാനുള്ള ടീച്ചറിൻ്റെ തോട്ട്, അതാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഗെയിംസും പ്ലേസൊക്കെ നടത്തുമ്പോൾ എന്താണ് ഒരു മോട്ടിവേഷൻ ടീച്ചറിനും കിട്ടും. ഓക്കെ, അതൊക്കെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷനും കൂടി കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏകദേശം തീരാറായിട്ടുണ്ടാവും. ഈ ടൈമിൽ PYQs ഒക്കെ മാക്സിമം നോക്കുക. ഓക്കെ, പിന്നെ നമ്മളുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക. സോ എനിവേസ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഏപ്രിൽ 29 ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതായത് ഈ എക്സാം ഏപ്രിൽ 29 ഞാനിന്ന് ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ മീൻസ് ജൂൺ 16 നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നേരത്തെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രാകേഷ് ഈസ് ഹാവിങ് ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്. ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, മെൻ്റലി ചലഞ്ചഡ്. എന്താണ്? രാകേഷിന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കണ്ടീഷന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ ആണ്. ഓക്കെ, ഇനി ലെക്സി എന്ന് കേട്ടുകൊണ്ട് ലെക്സി പെന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതാനുള്ള സംഭവം ഓർക്കരുത്. ഡിസ്ലെക്സിയ എന്നത് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിഫിക്കൽറ്റി ആണ്. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഈ 3 എന്താണ്? ഡിഫിക്കൽറ്റീസിന്, ഐ മീൻസ് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് മാത്സ് സ്കിൽസിനെ വരുന്ന ഡിഫിക്കൽറ്റീസാണ്. ഓക്കെ, ഡിസ്ലെക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലാംഗ്വേജ് റീഡ് ചെയ്യാനും പ്രോസസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്ഗ്രാഫിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ, ഡിസ്കാൽക്കുലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിഫിക്കൽറ്റീസ്, അല്ലെങ്കിൽ മാത്സ് ഇക്വേഷൻസ് ഒക്കെ പ്രോബ്ലം അതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റീസാണ് ഡിസ്കാൽക്കുലിയ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡിസ്ലെക്സിയ ആയിരുന്നു. റീഡിങ്ങിനുള്ള ബുദ്ധിമുട്ടായിരുന്നു രാകേഷിന്. ഓക്കെ, സോ അപ്പോൾ ഈ 7 ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നാളെ ഒരു വീഡിയോ കൂടി ചെയ്യാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.